നമസ്തേ, ഏവർക്കും ഇൻഡിജിനസ് ബ്രീഡ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് അമ്പാടിയിൽ ഡയറീസിലാണ്. തീർത്തും ഒരു കൊമേഴ്ഷ്യൽ ഡയറി ഫാം. മറ്റ് ഡയറി ഫാമുകളെ അപേക്ഷിച്ച് അമ്പാടി ഫാം വേറിട്ട് നിൽക്കുന്നത് പാൽ പെരുമയിൽ പശുക്കളോടൊപ്പം എരുമകളും തരാതരം മത്സരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത കൊണ്ടാണ്. കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഹൈടെക് ഡയറി ഫാം. അമ്പാടിയിൽ ഡയറീസിൻ്റെ തലയെടുപ്പ് ഇവിടെയുള്ള ഹരിയാന മുറ എരുമകളാണ്. എരുമകളെ ഫ്രീ സ്റ്റോൾ ഫാമിംഗ് രീതിയിലൂടെയാണ് വളർത്തുന്നത്. അതായത് കയറിൻ്റെ ബന്ധനങ്ങളില്ലാതെ തീറ്റയും വെള്ളവും ആവശ്യാനുസരണം ആഹരിക്കുവാനുള്ള സൗകര്യം, അതോടൊപ്പം തുറന്ന് മേച്ചിലിനുള്ള സ്വാതന്ത്ര്യവും. വളരെ വിശദമായി തന്നെ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. എൻ്റെ പേര് സജിത സജൻ എന്നാണ്. ഞാൻ ഈ അമ്പാടി ഡയറി ഫാമിൻ്റെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ അമ്പാടി ഫാം സ്ഥിതി ചെയ്യുന്നത് നന്നാട് എന്ന് പറയുന്നത്, അത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ നന്നാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അമ്പാടിയിൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായല്ലോ. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങളൊന്ന് ക്രിസ്വായിട്ടൊന്ന് പറയാമോ? ഞാനിവിടെ അമ്പാടി ഡയറി ഫാമിൻ്റെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ വന്നിട്ട് 2 വർഷമായുള്ളൂ. ഒരു 2018 നമ്മളിവിടെ ഈ എരുമയെ ആദ്യമായിട്ട് മൊറ ബ്രീഡിലുള്ള എരുമയെ നമ്മളിവിടെ കൊണ്ടുവരും. നമുക്കിവിടെ ഇതിവിടെ നമ്മൾ HF പശുവിൻ്റെ ആണെങ്കിൽ HF ജേഴ്സി 2 ബ്രീഡുണ്ട് നമുക്ക്. പിന്നെ എരുമയുടെ ആണെങ്കിലും അതുപോലെ തന്നെ 2 ബ്രീഡുണ്ട്. ഒന്ന് മൊറയും പിന്നെ ഒന്ന് ജാഫർവാൽ. ഈ പെർട്ടിക്കുലർ സെക്ഷൻ നമുക്ക് മിൽക്കിങ്ങിനായിട്ട് മാത്രമുള്ള, ഇത് നമുക്ക് മിൽക്കിങ്ങിനുള്ളതാണ്. ഇതിന്റെ ഒപ്പം ഒരു മെയിൽ ബഫല്ലോ ഉണ്ടല്ലേ, ഒരു പോത്തുകുട്ടി ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ ഈ മീറ്റിംഗ് ഒക്കെ നമുക്ക് നാച്ചുറൽ മീറ്റിംഗ്, ഇത് നാച്ചുറൽ ആയിട്ടാണ്. അതെല്ലേ. അപ്പോൾ നമ്മൾ ഹീറ്റ് സെൻസി ഇവരെ കറക്റ്റ് നോക്കി അങ്ങനെ കുത്തി വെക്കേണ്ട പ്രശ്നം വേണ്ട, അങ്ങനെ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഇവരോടൊപ്പം തന്നെ ഇവിടെ ഒരു മെയിൽ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ എത്ര ഫീമെയിൽസ് ആണ് ഉള്ളത്? നമുക്ക് ഇതിനകത്തിൽ ഇപ്പോൾ ഒരു മെയിലേ ഉള്ളൂ, ബാക്കിയെല്ലാം ഫീമെയിലാണ്. അതിനകത്തിൽ പ്രഗ്നൻ്റ് ഉണ്ട്. പ്രഗ്നൻ്റ് നമുക്കിപ്പോൾ ഒരു 5 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കറവയും കാര്യങ്ങളൊന്നും. ഈ പെർട്ടിക്കുലർ സെക്ഷൻ എല്ലാം കറവയുള്ളതും ചനയുള്ളതും ഉണ്ട്. ചനയുള്ളതിൽ ഒത്തിരി, അതായത് നമുക്കൊരു 7 മാസമൊക്കെ കഴിഞ്ഞതാണെങ്കിൽ നമ്മൾ അപ്പുറത്തോട്ട് അങ്ങ് മാറ്റും. ഇവർക്ക് ഡെലിവറി സമയത്ത് ഇൻഡിവിജ്വലി നമ്മൾ പുറത്തേക്ക് മാറ്റുന്നില്ല അല്ലേ? ഇവിടെ തന്നെ കൂട്ടിൽ തന്നെ അല്ലേ? ഇവിടെ തന്നെ ഇവരെ പിന്നെ നമ്മൾ വെളിയിലോട്ട് തീറ്റയ്ക്ക് ആയിട്ടൊക്കെ ഇവരെ കൊണ്ടുപോകാറുണ്ട്. അവരെ വെളിയിൽ തീറ്റ പൊതുവെ നമ്മൾ അഴിച്ചിട്ട് തീറ്റുന്ന ഒരു പരിപാടിയാണല്ലേ? നമുക്ക് ഇവിടെ കെട്ടിയിടുന്നില്ല, ഒന്നിനെയും നമ്മൾ കെട്ടിയിടുന്നില്ല. പശുവിനെ എരുമയോ ഒന്നും നമ്മൾ കെട്ടിയിട്ടല്ല. എല്ലാവരും ഫ്രീ സ്റ്റാൾ ഫാമിംഗ് ആണ്. നമുക്കിവിടെ മുഴുവനായിട്ടും കൊടുക്കുന്നത് സൈലേജാണ് കൊടുക്കുന്നത്. പിന്നെ ഇവരെ വെളിയിൽ തീറ്റാൻ പോകുമ്പോഴത്തേക്കും അവിടെ കണ്ടത്തിലെ പുല്ലും അതുമൊക്കെ കഴിക്കും. പിന്നെ അവര് കൂടുതൽ സമയം വെള്ളത്തിൽ കിടക്കാനായിട്ട് അവർക്ക് അതും എക്സസൈസും എല്ലാം. ശരിക്കും അപ്പോൾ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഇവർക്ക്? വേണ്ടുവോളം എക്സസൈസ് ഒക്കെ ഉള്ള കാരണം പ്രഗ്നൻസിയിലൊന്നും അങ്ങനെ ഒരു ഇല്ല. അങ്ങനെ അവർക്ക് അത്ര നമുക്ക് ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. പ്രഗ്നൻസിയിലും ഒക്കെ കോംപ്ലിക്കേഷൻ ഇല്ല, പൊതുവെ അങ്ങനെ ഇല്ല. പശുവിൻ്റെ ചില സമയങ്ങളിൽ അപൂർവമായിട്ട് മാത്രം പശുവിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. എരുമയുടെ പാലൊക്കെ നമ്മൾ സെപ്പറേറ്റ് അല്ലേ? ആണ്, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ക്യാനിൽ സൂക്ഷിക്കും. അത് എന്നിട്ട് ഇവിടെ വന്ന് അത് നമ്മൾ ചില്ല് ചെയ്ത് ഇവിടെ സൂക്ഷിക്കും. അപ്പോൾ കസ്റ്റമർ നമുക്ക് ഇവിടെ വന്നിട്ട് കൊണ്ടുപോകുക. നമുക്ക് ശരിക്കും എരുമപ്പാലിന് ആരാണ് ആവശ്യക്കാര്? ഇപ്പൊ പൊതുവെ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് മേടിക്കാണോ അതോ പുറത്തു നിന്ന് ആളുകൾ വന്നിട്ട് വാങ്ങിക്കുകയോ ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഇവിടെ എരുമപ്പാലൊക്കെ ആണെങ്കിലും ശരി തന്നെ, ഇപ്പോൾ ഔഷധിയിലോട്ടൊക്കെ ഇവർക്ക് പിന്നെ ആയുർവേദ ഫാർമസിയിലൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്ന് എടുത്തോണ്ട് പോകും. ഇവരുടെ മിൽക്കിങ് എന്തോരം പാല് കിട്ടുന്നുണ്ട്? നമുക്കൊരു 400-500 ലിറ്ററിൻ്റെ അടുത്ത് കിട്ടും. അതെല്ലേ. മെയിനായിട്ട് പാല് നമ്മൾ തൈരിന് വേണ്ടി പ്രോസസ് ചെയ്യാനായിട്ടാണല്ലോ എടുക്കുന്നത്? അതെ. അത് കട്ട് ചെയ്തായിട്ടാണ് അത് പാക്ക് ചെയ്താണോ കൊടുക്കുന്നത് അതോ പാക്ക് ചെയ്തിട്ടാണ്? അതെല്ലേ. നമ്മളിവിടെ ആവശ്യക്കാർ ഇവിടെ വരുവാണെങ്കിൽ, പാത്രം കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് അല്ലാതെ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കും. കന്നുകുട്ടി പരിപാലനം എന്തെങ്കിലും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങൾ അവളെ സെപ്പറേറ്റ് ചെയ്താണോ? ഇപ്പൊ സാധാരണ നമ്മൾ പശുക്കളാകുമ്പോൾ നമ്മൾ മിൽക്ക് റീപ്ലേസർ കൊടുത്തിട്ടാണല്ലോ കുട്ടികളെ വളർത്തുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ 2 മാസത്തോളം പിന്നെ ഇവരുടെ ഒപ്പം തന്നെ ഉണ്ട് കുട്ടികളെ. അപ്പോൾ പാല് നമുക്ക് അവരുടെ ആവശ്യത്തിന് പാല് കുടിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കണ്ട് ഇപ്പം നമ്മൾ 2 ആഴ്ചയോളം ഇവരുടെ കൂടെ തന്നെയാണ്, എരുമയുടെ കൂടെ തന്നെയാണ് കുട്ടികളുള്ളത്. അതിനുശേഷമാണ് പിന്നെ നമ്മൾ അവരെ വേറെ കൂട്ടിലോട്ടാക്കിയിട്ട് കറവയ്ക്ക് വരുന്ന സമയത്ത് രാവിലെയും വൈകിട്ട് 2 നേരവും അവരുടെ അടുത്ത് വിടും. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ അതിനിടയ്ക്കെന്ന് വെച്ചപ്പോഴത്തേക്കും ഈ ഒരു
1 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മളവിടെ കച്ചിയും ഇതുമൊക്കെ കൊടുക്കുന്നുണ്ട്. സൈലേജും ഒക്കെ ഇടുന്ന കൂട്ടത്തിൽ കുറേശ്ശെ അങ്ങോട്ട് അതാക്കി കൊടുക്കും. ഒരു 2 മാസത്തോളം ഇവർ പാല് കാര്യങ്ങൾ നല്ലോണം. ഈ കുട്ടികളുടെ അനുപാതം നോക്കുമ്പോൾ നമുക്ക് കൂടുതലും എരുമക്കുട്ടികളാണ് ഉണ്ടാവാറ് അതോ? കൂടുതൽ എരുമക്കുട്ടികളാണ് ഉണ്ടാകുന്നത്. അതെ, നമ്മൾക്ക് അങ്ങനെ കുത്തി വെക്കേണ്ട ഒരു ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. നമുക്കിവിടെ എങ്ങനെയായാലും വർഷത്തിലൊരു കുട്ടി കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഫുൾ ടൈം ഇതിനകത്തൊരു ബുള്ളും കൂടി ഉള്ള കാരണം ടൈമിന് മീറ്റിംഗും നടക്കും. അപ്പോൾ ബുൾസിനെ നമ്മൾ ചേഞ്ച് ചെയ്യാറുണ്ടോ ടൈം ടു ടൈം? ബുൾസിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പം അത് നമുക്ക് ഇപ്പം ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഒരു ബുള്ളിനെ, ഇപ്പം ഞാൻ വന്നതിന് ശേഷമായിട്ട് ഇപ്പോൾ ഒരു ബുള്ളിനെ മാറിയിട്ടുണ്ട്. വേറെ ബുള്ളിനെ നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തേക്കുക. ഇവിടെ ജാഫ്രാബാദി ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ വാങ്ങിയതാണോ അതോ ഇവിടെ തന്നെ ഉണ്ടായത്? ഇത് വാങ്ങിയതാണ്. ജാഫ്രാബാദി പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. നമുക്കിവിടെ പോത്തുകളും ഉണ്ടല്ലേ? പോത്തുണ്ട്. അത് ഇവിടെ ഉണ്ടായ കുട്ടികൾ തന്നെ വലുതായതാണ്? ഇവിടെ ഉണ്ടായ കുട്ടികൾ തന്നെ. പൊതുവെ നമ്മൾ അങ്ങനെ പുറത്തേക്ക് കൊടുക്കാറില്ല അല്ലേ കുട്ടികളെ? നമുക്ക് പിന്നെ ഇവിടെ പുറത്തുനിന്ന് ആളുകൾ വന്ന് വാങ്ങിക്കാറുണ്ട്. അതെ, എരുമക്കുട്ടികളെ മേടിക്കാറുണ്ടല്ലേ? എരുമക്കുട്ടിയെ നമ്മൾ ഇപ്പൊ നമുക്ക് കുറച്ച് സമയത്തൊരു സ്ഥലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കൊന്ന് ഇടയ്ക്ക് നമ്മളൊന്ന് കൊടുത്തായിരുന്നു. ഇപ്പൊ പക്ഷെ കൊടുക്കുന്നില്ല. അപ്പൊ എങ്ങനെയാ അതൊരു അവരുടെ ബോഡി വെയിറ്റ് അനുസരിച്ചാണോ എങ്ങനെയാണ് സാധാരണ? ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ അത് അവരുടെ മാസവും അത് കണക്കിലെടുത്ത് ബെർത്തിൻ്റെ ഇപ്പം 2 മാസമായെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ആ ബോഡി വെയിറ്റും ഒക്കെ കണക്കിലെടുത്തിട്ട് ഒരു മതിപ്പ് വില, അതാണ് നമ്മൾ. പാല് നമുക്ക് എത്രയാണ് ആവറേജ് ഓൺ ആൻ ആവറേജ് പാലൊക്കെ? പാല് നമുക്കൊരു 5000 ലിറ്റർ. അതെ, അത് പാസ്ചറൈസ് ചെയ്ത് പാക്ക് ചെയ്തിട്ടാണല്ലേ? പാക്ക് ചെയ്ത്. അല്ലാതെ കണ്ട് നമ്മൾ ഫ്രഷ് മിൽക്കായിട്ട് നമ്മുടെ വെൻഡിങ് മെഷീൻ വഴി വീടുകളിൽ പോകുന്നുണ്ട്. അത് നമ്മൾ ഇത് പാസ്ചറൈസ് ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഹോമോജീൻസും ചെയ്യുന്നില്ല, പാസ്ചറൈസും ചെയ്യുന്നില്ല. അത് നമ്മൾ ഫ്രഷ് മിൽക്കായിട്ട് തന്നെ നമ്മുടെ വെൻഡിങ് മെഷീൻ ഉണ്ട്, ഫ്രഷ് മിൽക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഔട്ട്ലെറ്റ്സിൽ പുറത്ത് ഔട്ട്ലെറ്റ്സിൽ ഷോപ്പുകളിൽ പോകുന്നുണ്ടോ നമ്മുടെ പാല്? നമ്മുടെ പാലുണ്ട്, പശുവും പാലും കൊടുക്കും. നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറയാനായിട്ട് കടപ്പറയുണ്ട്, മുളക്കഴയുണ്ട്, പിന്നെ തിരുമൂല, ഈ കുറ്റൂര് തിരുമൂല അവിടെയുണ്ട്. പിന്നെ ഇപ്പം മാന്നാർ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ ഔട്ട്ലെറ്റിൽ, ഇവിടെ തിരുമൂല ഔട്ട്ലെറ്റിൽ നമ്മുടെ പാലുണ്ട്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്തൊക്കെയാണ് ഇവിടെ? തൈരുണ്ട്, നെയ്യുണ്ട്, പിന്നെ നമ്മൾ ബട്ടർ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ആവശ്യക്കാരുണ്ടെങ്കിൽ പനീർ ബട്ടറൊക്കെ എടുത്തു കൊടുക്കും നമ്മൾ. അത് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ. റെഡി നമ്മൾ കീപ്പ് ചെയ്യാറില്ല? ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടോ നമുക്ക്? ഓൾറെഡി നമുക്ക് ബട്ടറും ഇതും പനീറും ഇപ്പം നമുക്കില്ല. നമുക്കിപ്പോൾ നെയ്യ്, പിന്നെ അതുപോലെ തന്നെ തൈര്, ഇതൊക്കെ മാത്രമേ നമ്മൾ ഇവിടെ കീപ്പ് ചെയ്യാറുള്ളൂ. ബൾക്കായിട്ട് ക്വാണ്ടിറ്റി ഓർഡറുകൾക്ക് മാത്രം? ഓർഡറുകൾക്ക് മാത്രമേ നമ്മൾ അന്നേരം അത് എടുക്കാറുള്ളൂ. ഇവിടെ മെയിനായിട്ട് ഫംഗ്ഷൻസിനും മറ്റും ആൾക്കാർ ബൾക്കായിട്ട് പാല് വന്ന് പാലും തൈരും ഒക്കെ വന്നെടുക്കാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഓർഡർ അനുസരിച്ച് നമ്മൾ അവർക്ക് ബുക്കിംഗ് അനുസരിച്ച് സാധനം കൊടുക്കാറുണ്ട്? കൊടുക്കാറുണ്ട്. അല്ല, പൊതുവേ നമ്മൾ ഇതുവരെ പോയേക്കണ ഡയറികളിൽ കേരളത്തിൽ തന്നെ ഇത്രയും എരുമകളുള്ളത് ഇവിടെയാണല്ലേ? പക്ഷേ ഇവരെ കൊണ്ട് നമുക്കൊന്നോർത്താല് വലിയ കൂടുതലായിട്ട് പ്രോബ്ലം ഇല്ല. ഒന്നും ഒരു അങ്ങനെ ഒന്നും നമുക്ക് അധികം ടെൻഷൻ ഇല്ല. എന്ന് വെച്ചാൽ ഇവർക്ക് അങ്ങനെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ആ ഒരു ഇത്. നമുക്ക് ഇവിടെ ഡോക്ടർ ഉണ്ടോ? ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻ കേസ് ഒരു എമർജൻസി ഒക്കെ നമുക്കിവിടെ ഒരു LI ഉണ്ട്. LI എന്ന് വെച്ചപ്പോൾ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളയാണ്. അതുകൊണ്ടൊരു ഡോക്ടറുടെ കഴിവ് തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പിന്നെ ഇൻ കേസിൽ എന്തെങ്കിലും നാട്ടിൽ പോവുകയോ അങ്ങനെയൊക്കെ, മഹാരാഷ്ട്രക്കാർ അപ്പോൾ നാട്ടിൽ പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അടുത്തുള്ള ഡോക്ടർമാരെ ആശ്രയിക്കും. ഇവരുടെ കറവയൊക്കെ നമുക്ക് കൈക്കറവയാണോ? അല്ല, കൈക്കറവയല്ല, നമ്മൾ മെഷീൻ വഴിയാണ്. മെഷീൻ വഴിയാണ് ഇവിടെ കറവ. അല്ല, സാധാരണ പൊതുവെ പറഞ്ഞിട്ടുണ്ട് ഇവര് മിൽക്കിംഗ് മെഷീൻ വെക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത്. ഇല്ല, ഇവിടെ പക്ഷെ ആ ഒരു പ്രശ്നമില്ല. ഇല്ല, ഇവിടെ കറവ മുഴുവൻ നടക്കുന്ന പശുവിന്റെ ആയാലും എരുമയുടെ ആയാലും കറവ മെഷീൻ വഴിയാണ്. ഫുൾ മെഷീനാണല്ലേ? ജർമ്മൻ രീതിയിലുള്ള മെഷീനാണ് ഇവിടെ. എരുമ നിന്നോളൂ അല്ലേ? അവർക്ക് അങ്ങനെ പൊതുവെ ഇല്ല, പൊതുവെ അവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. കറവയ്ക്ക് അവർ നിന്നോളും. പിന്നെ ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് തട്ടുകെടുക്കുകയൊക്കെ ചെയ്യും. അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരതങ്ങ് ശീലമാകും. പിന്നെ കുഴപ്പമില്ല.
ആദ്യത്തെ 2 ദിവസം ഒരു ബുദ്ധിമുട്ട് കാണും. നമ്മുടെ പണി അപ്പോൾ കുറയുമല്ലേ ശരിക്കും ഇവരെ എരുമയെ കറക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് മെഷീനിലാവുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ. പിന്നെ കുട്ടികളെ തള്ളമാരുടെ ഒപ്പം വിടുകയാണോ നമ്മളിപ്പോൾ ആദ്യത്തെ? നമ്മൾ ആദ്യം ഒരു 2 ആഴ്ചയോളം അവരോടൊപ്പം തന്നെ അങ്ങ് വിടും. അതിനുശേഷമേ പിന്നെ നമ്മളവരെ വേറെ പ്രത്യേകം കൂട്ടിലോട്ട് ആക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് രാവിലെയും വൈകിട്ടും കറവയ്ക്ക് വരുമ്പോഴത്തേക്കും അവരെ വിട്ട് കുടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കറവയ്ക്ക് കയറ്റുന്നത്. ഇവർക്ക് ജനിച്ച ഉടനെ തന്നെ നമ്മൾ വല്ല കുത്തിവെപ്പോ എന്തെങ്കിലുമൊക്കെ പ്രാരംഭമായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ അങ്ങനെ? അല്ല, ഇവർക്ക് ഡീവോമിങ് ചെയ്യും നമ്മൾ. ഡീവോമിങ് ചെയ്യും അതൊരു 10 ദിവസം കഴിഞ്ഞിട്ട്, പ്രസവിച്ച ഒരു 10-15 ദിവസം ആ ഒരു ടൈമിൽ ഡീവോമിങ് ചെയ്യും. അല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും മെഡിസിന് ഇതായിട്ട് കൊടുക്കുന്നില്ല. ഇപ്പൊ ഈ കുട്ടികൾക്ക് പൂക്കൾക്കൊടി ഇൻഫെക്ഷൻ അത് നമ്മൾ ആദ്യം ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടി അന്നേരം തന്നെ നമ്മൾ അയഡിൻ മുക്കും. അയഡിൻ സൊല്യൂഷൻ ആദ്യം തന്നെ ചെയ്യും കൊടുക്കും. ഇതിപ്പോ നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഡെലിവറി അടുത്തവരെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിടും. ഇപ്പൊ ഒരുമിച്ചാണെങ്കിൽ തന്നെ വേറെ പ്രത്യേകിച്ച് ഇല്ല, മറ്റു ഉപദ്രവിക്കില്ലല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവം അതൊന്നും ജനിക്കുക നമ്മളില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ ഇല്ല, അങ്ങനെയുള്ള കുഴപ്പമില്ല. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ വെളിയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ആയിരിക്കും ചില സമയത്ത് ഇത് കാവിങ് നടക്കും. അപ്പം അന്നേരം പക്ഷേ വിഷയമില്ല, പെട്ടെന്ന് നമ്മൾ അതിനെ എടുത്ത് അതിന് വേണ്ട കെയർ കൊടുക്കും. അങ്ങനെ അല്ലാതെ ഉപദ്രവമൊന്നുമില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പം നമ്മളിപ്പോൾ ഒരു എരുമ പ്രസവിച്ച് കഴിഞ്ഞാൽ അതിനെ ഉടനെ നമ്മുടെ ഹോൾഡിങ് ഏരിയയിലോട്ട് മാറ്റിയിട്ട് അവിടെ അതിനെ കെട്ടിയിട്ടിട്ട് അതിന് വെള്ളവും തീറ്റയും ഒക്കെ അവിടെ കൊടുക്കും പ്രത്യേകം. എന്നിട്ട് നമുക്കാണെങ്കിൽ അതിൻ്റെ മാച്ച് പോകുന്നിടം വരെ അതിനെ അവിടെ കെട്ടിയിടും, അത് പ്രത്യേകമായിട്ട് മാറ്റിയിടും. പിന്നെ മാച്ച് പോകാനായിട്ട് അത് ആളിനെ പ്രത്യേകം നമ്മൾ നോക്കാൻ നിർത്തിയേക്കും. അപ്പോൾ മാച്ച് അങ്ങനെ. ഇതിപ്പോൾ ഇത്രയും എണ്ണത്തിലല്ലോ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ലേറ്റ് നൈറ്റ് ഒക്കെയാണ് ഡെലിവറി നടക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇവരുടെ? നൈറ്റിലാണെങ്കിൽ അപ്പം നമ്മൾ ഇതിനെ വേറെ സെപ്പറേറ്റ് ചെയ്ത് ഇടുമല്ലോ. പ്രസവമൊക്കെ അടുക്കാറാവുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പം ഇവിടെ നമുക്ക് നൈറ്റിലും ഉണ്ട്, ഇവിടെ LI ഇവിടെ തന്നെ അല്ല ഇവിടെ ഉണ്ട്. നൈറ്റിൽ നമ്മുടെ ഈ LI ഒക്കെ തന്നെയാണ് ഇവിടെ നോക്കുന്നത്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ഇവിടെ വാച്ച് ചെയ്യാനായിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മുടെ LIയെ വിളിക്കും, കാര്യം വന്ന് നോക്കും. വാക്സിനേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ FMD വാക്സിന് എടുക്കാറുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ സെപ്പറേറ്റ് വാക്സിനേഷൻസ് ലംബി സ്കിൻ ഡിസീസിനൊന്നും സെപ്പറേറ്റ് നമ്മളൊന്നും ചെയ്യാറില്ല. ഇല്ല, നമുക്കിപ്പോൾ ഇവിടെ അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ആരംഭം കാണിക്കുകയാണെങ്കിൽ അന്നേരം തന്നെ നമ്മളെ LI അതിൻ്റെ മരുന്ന് കാര്യങ്ങളെല്ലാം ചെയ്യും. പ്രത്യേകം കെയർ ചെയ്ത് അതിനെ പ്രത്യേകം കെയർ ചെയ്ത്. ഇപ്പോൾ ഇവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇപ്പോൾ ഈ എണ്ണത്തിലുള്ള സമയത്ത് നമുക്ക് നമ്മുടെ കണ്ണെത്തുക എന്നുള്ളത് പ്രയാസമാണല്ലോ. പക്ഷെ എന്നാലും സ്റ്റാഫൊക്കെ വാച്ച് ചെയ്യും അവര്. അതെല്ലേ, വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കും. അപ്പം നമ്മൾ ഇപ്പം ഞാൻ രാവിലെയും വൈകിട്ടും ഇതിൽ എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉള്ള സമയങ്ങളിൽ ഇതിലേ കൂടെ വാച്ച് ചെയ്യാനായിട്ട് ഇറങ്ങും. പിന്നെ എന്നാലും ഇവര് പണിക്കാരുണ്ട്, അവരന്നേരം ശ്രദ്ധിക്കും. അവർ ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണെങ്കിൽ അവർ നമ്മളോട് അറിയിക്കും. നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. ഇവിടെ ആണെങ്കിൽ എല്ലാം ഇപ്പം തന്നെ ഇതെല്ലാം എപ്പോഴും പൊട്ടലും ചീറ്റലും ഒക്കെ ആയിരിക്കും, ഈ പൈപ്പും കാര്യങ്ങളും എല്ലാം. വെള്ളത്തിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും എല്ലാം. അപ്പം പിന്നെ നമുക്ക് പിന്നെ ഇവിടെ തന്നെ ഇലക്ട്രീഷ്യനും പിന്നെ വെൽഡറും മെക്കാനിക്ക് എല്ലാവരും ഉണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു. പിന്നെ ഇത് ഓലയൊക്കെ മേഞ്ഞ് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഫാനല്ല ഇട്ട് കൊടുക്കും, അങ്ങനെയൊക്കെ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചൂട് ഇപ്പോൾ നട്ടുച്ചയായാലും ചൂട് അത്രയും അറിയത്തില്ല. അത് ഇതുകൊണ്ടാണ് കൂടുതലാണ്. നല്ല വെന്റിലേഷൻ ഉള്ള കാരണം, എയർ സർക്കുലേഷൻ ഉള്ള കാരണം, അത് കൂടുതലും സ്മെല്ലും കാര്യങ്ങളൊന്നും അങ്ങനെ ഇതായിട്ടില്ലാത്തതും അതുകൊണ്ടായിരിക്കും. ഒരു ഈച്ച പോലും കാണാനില്ല. നമ്മൾ ഇവർ ഇൻസുമിനേറ്റ് ചെയ്യല്ലേ, അപ്പോൾ നമ്മൾ സെമൻ നോർമലി ഏതാണ് ഓപ്റ്റ് ചെയ്യാറ്? സാധാരണ KLDBയുടെ ആണോ അതോ? നമ്മൾ രണ്ടും ഉണ്ട്, KLD ബോർഡിൻ്റെ ഉണ്ട്, നമുക്കല്ലാതെ ടാൻജൽ ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉണ്ട്. അപ്പോൾ KLD ബോർഡിൻ്റെ നമ്മൾ പ്രീമിയം പുള്ള് അതാണ് എടുക്കുന്നത്, സെമൺ. അത് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഇതായിട്ട് പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ടാൻജൽ ലാബിൻ്റെയും HFൻ്റെയും ജേഴ്സിയുടെയും ഒക്കെ നമ്മൾ നല്ല ഈൽഡുള്ള അത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ എരുമകൾക്കൊന്നും പരീക്ഷിച്ചിട്ടില്ല അല്ലേ? ഈ എരുമകൾക്ക് നമ്മൾ ഇല്ല, അങ്ങനെ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല.
നമുക്ക് പക്ഷേ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് എല്ലാം നടക്കുന്നുണ്ട്. ഡിലേ ഇല്ലാണ്ട് കറക്റ്റ് സമയത്ത് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ ഓരോ ഇതായി കുട്ടിയെ കിട്ടുന്നുണ്ട്. പിന്നെ അതുങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ സെമൺ നോക്കിയിട്ടില്ല. എത്ര മണിക്ക് ഇവിടുത്തെ പാൽക്കറവയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ? 3 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ തന്നെ നമ്മൾ ഫീഡ് കൊടുക്കും ഇവർക്ക്? കൊടുക്കും. 4 മണി ആകുമ്പോഴത്തേക്ക് അവരുടെ ഫീഡും കാര്യങ്ങളെല്ലാം കൊടുക്കും. ഈ ഫോഡർ ഇവർക്ക് ഡ്രൈ ഫോഡർ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അതോ? ഡ്രൈ ആയിട്ടാണ് കൊടുക്കുന്നത്. അതെ. ഇപ്പൊ ഇവർക്ക് ഈ ഡ്രൈ ഫോഡറിൽ എന്തൊക്കെയാണ് ഉള്ളത് അതിന്റെ കണ്ടന്റ്? നമ്മളിപ്പം സൈലേജ് അവർക്ക് കൊടുക്കുമല്ലോ. സൈലേജിനകത്തിൽ പിന്നെ അവർക്ക് ആവശ്യമുള്ള പിന്നെ മിനറൽ മിക്സ്, സാൾട്ട്, ടർമറിക്, പിന്നെ അതുപോലെ തന്നെ സോഡാക്കാരം, അതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് TMR എന്ന് പറയുന്ന അതിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് 2 വശത്തുമായിട്ടാണ് തീറ്റ കൊടുക്കുന്നത്. നമ്മൾ തന്നെയാണല്ലേ TMR ഇവിടുത്തെ? TMR മെഷീൻ നമുക്കുണ്ട്. എന്നിട്ട് അതിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ കച്ചി കൊടുക്കാറുണ്ട്, ഡ്രൈ ഫോൾഡറായിട്ട് കച്ചിയും. ഓക്കെ. എപ്പോഴും ഇവർക്ക് വെള്ളത്തിനുള്ള സെപ്പറേറ്റ് വെള്ളം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടില്ലേ? ഉണ്ട്. ഓരോ വെച്ചിട്ടുണ്ടോ? ബൗൾസ് ഓരോ നമ്മൾ അതിനാണ് ഇങ്ങനെ ഇത് ചെയ്തേക്കുന്നത്.